ലോകത്തിൽ ഭൂതങ്ങളെക്കാൾ ഭയാനകമായ ഒരു സത്തയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അതാണ് ജിൻ. ജിൻ ഒരാളെ കൈവശപ്പെടുത്തുമ്പോൾ ആ മനുഷ്യനെ അത്രമാത്രം ശൂന്യമാക്കുക മാത്രമല്ല, ചിലപ്പോൾ ജീവൻ കളയുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഇത്തരം പൊസഷൻ സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു അത്യന്തം പ്രശസ്തമായ സിനിമ സീരീസ് ഉണ്ട്, ഡാബെ. ഈ സീരീസിലെ ഓരോ കഥയും യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയതാണെന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ സിനിമകൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ കണ്ട് അവസാനിപ്പിക്കാനും സാധിക്കില്ല. 10 പേരിൽ 8 പേർക്ക് ഈ സിനിമ പൂർണ്ണമായും കാണാനാകില്ല എന്നും പറയപ്പെടുന്നു. എന്നാൽ ബാക്കിയുള്ള 2 പേർ അവർ കാണുന്നുണ്ടെങ്കിലും അവർക്ക് അതിൽ നിന്നും പൂർണ്ണമായും പുറത്തേക്ക് വരാനും സാധിക്കില്ല. പലർക്കും ഈ സിനിമയിലുള്ള ഭീകരതയെ നേരിട്ട് കാണാൻ പോലും ഭയമാണ്. അതിനാൽ അവർ യൂട്യൂബിൽ നിന്ന് അതിന്റെ വിശദീകരണം മാത്രമേ കാണാറുള്ളൂ. ഈ സിനിമയുടെ 5ാം ഭാഗം ഡബ്ബെ സെഗൻസിൻ, ഇതാണ് സീരീസിലെ ഏറ്റവും ഭീകരവും വിവാദവും നിറഞ്ഞൊരു ഭാഗം. ഇത് പൂർണ്ണമായും കാണാൻ കഴിയുന്നവർ വളരെ കുറവാണെന്നും അതിനിടെ അസ്വാഭാവിക അനുഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും പറയുന്നു. ഞാൻ തന്നെ ഈ സിനിമ കാണാൻ ശ്രമിച്ചപ്പോൾ ശരീരമാകെ രോമാഞ്ചം പടർന്നതുപോലെ അതുപോലൊരു അനുഭവം. ഒരു പക്ഷേ ഈ സിനിമ കാണാൻ ശ്രമിച്ച പലർക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടായിട്ടുണ്ടാകണം. അതുകൊണ്ട് എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പലരും ജിന്നുകളെ കുറിച്ചൊക്കെ തമാശ പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും ഒട്ടും തമാശയ്ക്കുള്ള ഒരു വിഷയമേ അല്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നതും അതിൻ്റെ യാഥാർത്ഥ്യ ഭാഗമാണ്. പ്രേതങ്ങളെക്കുറിച്ചും അമാനുഷിക ശക്തികളെക്കുറിച്ചും ജിന്നുകളെക്കുറിച്ചും അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ്, പ്രേത സിനിമകളും കഥകളും ഇഷ്ടപ്പെട്ട് കാണുന്നവരും കേൾക്കുന്നവരുമാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയാനും മറക്കണ്ട. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും കമന്റും സബ്സ്ക്രിപ്ഷനുമായിരിക്കും എന്റെ ചാനലിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. ജഹർജീൻ, അതായത് ജിന്നിന്റെ വിഷം. പറയപ്പെടുന്നത് പോലെ ഒരിക്കലും ഒരു ജിൻ ഒരാളുടെ പിന്നാലെ പറ്റിപ്പിടിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവനും അതൊരിക്കലും അവനെ വിട്ടൊഴിയുകയില്ല. അത് ശരീരത്തിലേക്ക് പതുക്കെ പടരുന്ന ഒരു വിഷം പോലെയാണ്. അതിന്റെ അവസാനം മരണം മാത്രമാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പലരും കേട്ടിട്ടുണ്ടാകും. പക്ഷേ എലീഫ് എന്ന പെൺകുട്ടിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അവളുടെ വിവാഹം ഉമർ എന്ന യുവാവുമായി നടന്നു, തുർക്കിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ. ആ ഗ്രാമം മരുഭൂമിയുടെ നടുവിലായിരുന്നു. ചുറ്റും ആരും താമസിക്കുന്നില്ല. ഒരാൾക്ക് പ്രശ്നം സംഭവിച്ചാലും സഹായമെത്താൻ ഏറെ സമയമെടുക്കും. എലീഫും ഉമറും സന്തോഷത്തോടുകൂടി അവരുടെ വിവാഹ ജീവിതം ആരംഭിച്ചു. അതൊരു അറേഞ്ച് മാരേജ് ആയിരുന്നു. ഉമർ ഒരു പള്ളിയിലെ സഹായിയായിരുന്നു. ദിവസവും രാവിലെ അവൻ പള്ളിയിൽ പോകും. രാത്രിയോടെയാണ് മടങ്ങിയെത്തുന്നത്. ആദ്യ 2-3 ദിവസം എല്ലാം ശാന്തമായിരുന്നു. പക്ഷേ ഒരു ദിവസം രാത്രി ഉമർ വീട്ടിലേക്ക് എത്തുമ്പോൾ അവൻ കണ്ട കാഴ്ച, എലീഫ് ആരോടോ സംസാരിക്കുകയാണ്. അവൻ അടുത്തുപോയി നോക്കിയപ്പോൾ അവൻ സംസാരിക്കുന്നത് ഒരു കണ്ണാടിയോടായിരുന്നു. ഇതിന് ഉമർ ചോദിച്ചു, എലീഫ്, നീ ആരോടാണ് സംസാരിച്ചത്? എലീഫ് പെട്ടെന്ന് അമ്പരന്നുകൊണ്ട് പറഞ്ഞു, ഇല്ലില്ല, ഞാൻ ആരോടും സംസാരിച്ചില്ലല്ലോ, ഞാൻ വെറുതെ എന്നെ തന്നെ കണ്ണാടിയിൽ നോക്കുകയായിരുന്നു എന്ന്. ഉമർ പിന്നെ കൂടുതലായി ഒന്നും ചോദിച്ചില്ല. കാരണം അവൻ ഇതിനകം നല്ല ക്ഷീണിതനായിരുന്നു. അതുകൊണ്ട് അവൻ ഉറങ്ങാൻ പോയി. രാത്രിയിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഉണർന്നു. മുറിയിലൊക്കെ വല്ലാത്ത തണുപ്പ്. അവൻ ചുറ്റും നോക്കി. വാതിലും ജനാലയും ഒന്നും തുറന്നിട്ടില്ല. മരുഭൂമിയിൽ അർദ്ധരാത്രി ഈ തണുപ്പ് സാധാരണമാണെങ്കിലും ഇത് വളരെ കൂടുതലായിരുന്നു. അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ എലീഫ് ഇല്ലായിരുന്നു. ആ മുറി ശൂന്യമായിരുന്നു. ഉമർ അതിനുശേഷം കട്ടിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഹാളിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. പക്ഷെ പ്രധാന വാതിലിനരികിൽ ഒരാൾ നിൽക്കുന്നത് പോലുള്ള ഒരു ശബ്ദം കേട്ടു. അവൻ വാതിലിനടുത്തേക്ക് പതിയെ നടന്നു. പുറത്ത് കുറ്റാക്കൂരിരുട്ടാണ്, ചുറ്റും മരുഭൂമിയും. അവൻ വീടിന്റെ മുൻവശത്തെ വാതിലിൽ ചെന്ന് നോക്കി. അവിടെ ആരുമില്ല. തുടർന്നവൻ വീടിന്റെ പിൻവശത്തേക്ക് നടന്നു. അവിടെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്ത് എലീഫ് ആ മാലിന്യ കൂമ്പാരത്തെ മുറിച്ച് അതിൽ കിടന്നിരുന്ന മാംസത്തിന്റെ കഷ്ണങ്ങൾ കഴിക്കുകയായിരുന്നു. ഇത് കണ്ട ഉമർ വിറച്ചുപോയി. അവൻ അവിടെ തന്നെ ഛർദ്ദിച്ചു. ഭയന്ന് വിറച്ചു നിൽക്കുന്ന അവസ്ഥയിൽ അവൻ ചോദിച്ചു, എലീഫ്, നീ എന്താണ് ചെയ്യുന്നത് എന്ന്. എലീഫ് ആ നിമിഷം വീണ്ടും സാധാരണയായി പെരുമാറി. ഇല്ല, ഒന്നുമില്ല, ഞാൻ വെറുതെ എന്തോ. ഇങ്ങനെ അവൾ എന്തൊക്കെയോ പിറുപിറുക്കാൻ തുടങ്ങി, എന്തൊക്കെയോ ആശയക്കുഴപ്പത്തിൽ. അടുത്ത ദിവസം രാവിലെ എലീഫ് ഉമറിനോട് എല്ലാം തുറന്നു പറഞ്ഞു.
എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഇന്നലെ രാത്രിയിൽ ഞാൻ ചെയ്തത് എനിക്ക് ഒട്ടും ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നത് മറ്റൊരാൾ എൻ്റെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞു. എൻ്റെ നിയന്ത്രണം ഇപ്പോൾ എൻ്റെ കയ്യിലല്ല. ഉമറിനിപ്പോൾ ആകെയുള്ളൊരു സംശയം, ഇതൊക്കെ എലീഫിൻ്റെ മാതാപിതാക്കൾക്ക് അറിയാമോ? വിവാഹത്തിന് മുൻപ് അവരിതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. കാരണം ഉമർ അപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് മാനസികമായ എന്തോ പ്രശ്നമുണ്ട്, അവൾക്ക് എന്തോ തകരാറുണ്ടെന്നൊക്കെയായിരുന്നു. പക്ഷെ കാര്യം മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, ഇല്ല, ഈ വീട്ടിൽ വെച്ച് ഒരിക്കലും അവൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല, ഇതെല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് സംഭവിച്ചത് എന്ന്. ഇപ്പൊ ഉമറിന് തോന്നി ഒരു പക്ഷെ എലീഫ് പറഞ്ഞത് ശരിയായിരിക്കാമോ എന്ന്. പക്ഷെ അതേ രാത്രി വീണ്ടും ഉമർ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. ഇപ്രാവശ്യം തണുപ്പോ കാറ്റോ കാരണമല്ല ഉണർന്നത്, എന്തൊക്കെയോ പൊട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ്. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. അവിടെ അവൻ കണ്ടത് എലീഫ് ഓരോ ഗ്ലാസും പാത്രങ്ങളും എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിക്കുന്നതായിരുന്നു. അവളുടെ മുഖത്ത് ഒരു വിചിത്രമായ ചിരി ഉണ്ടായിരുന്നു, മനുഷ്യരാശിക്ക് അതീതമായ ഒരു ഭീകരഹാസം. ഉമർ ആ കാഴ്ച കണ്ട് അലറിപ്പോയി. അത് കേട്ട എലീഫ് പെട്ടെന്ന് സ്വബോധത്തിലേക്ക് മടങ്ങി. അവളുടെ കൈകളിലും കാലുകളിലും നഖം കൊണ്ടുള്ള പാടുണ്ടായിരുന്നു, തോലിൽ അജ്ഞാതമായ പരിക്കുണ്ടായിരുന്നു. ഉമറിന് ഇപ്പൊ എന്ത് ചെയ്യണമെന്നേ അറിയില്ല. തകർന്ന മനസ്സോടുകൂടി അവനൊരു മൂലയ്ക്കിരുന്നു. പുതിയ വിവാഹം, സന്തോഷകരമായ ജീവിതം, എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? രാത്രിയിലെ ആ ചിരി, ആ ശബ്ദം, അത് എലീഫിൻ്റെതല്ല. ആ ശബ്ദത്തിൽ മനുഷ്യനില്ലാത്ത എന്തോ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഉമർ പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ ഉണ്ടായ അനുഭവങ്ങളെല്ലാം അവൻ അവൻ്റെ സുഹൃത്തിനോട് പങ്കുവച്ചു. സുഹൃത്ത് പറഞ്ഞത്, ഇനി സമയം കളയരുത്, ഉടൻ തന്നെ ഹോജയെ കാണണമെന്ന്. തുർക്കിയിൽ ഈ ഹോജ എന്ന് പറയുന്നത് ഇസ്ലാമിക പണ്ഡിതനെയോ ആചാര്യനെയോ ആണ്. അതായത് ഈ മൗലവി എന്നൊക്കെ വിളിക്കപ്പെടുന്നത് പോലെ. സാധാരണ വളരെ ഈസിയായി പറയണമെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പ്രീസ്റ്റ് വരും, എക്സോസിസം തുടങ്ങും, ഈ പ്രാർത്ഥനകളിലൂടെ ആത്മാവിനെ ശരീരത്തിൽ നിന്നും പുറത്താക്കും. അതുപോലെ അങ്ങനെ ഒരു കഥാപാത്രമാണ് തുർക്കിയിൽ ഈ ഹോജ. ഭൂത ജിന്ന ബാധിതരിൽ നിന്നും ഈ ദുഷ്ടശക്തികളെ നീക്കാനുള്ള ആളുകൾ. ഉമർ ഹോജയെ കണ്ട് ഈ സംഭവങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു കേൾപ്പിച്ചു. ഹോജ ഇതിനെ വളരെ ഗൗരവമായി എടുത്തു. നേരിട്ട് ആ വീട്ടിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. വീടിനുള്ളിൽ കാല് വെച്ച് ആ നിമിഷം തന്നെ ആയത്തുൽ കുർസി പാരായണം തുടങ്ങുകയും ചെയ്തു. അതിനൊപ്പം തന്നെ ബെഡ്റൂമിനകത്ത് നിന്നും മൃഗത്തിന്റെ ഒരു ഘോര ശബ്ദം പോലെ എന്തോ ഒന്ന് കേട്ടു. ഒരു പേടിപ്പിക്കുന്ന ഭീകരമായ ഒരു ശബ്ദം. എങ്കിലും ഹോജ പാരായണം അവസാനിപ്പിച്ചില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു സാധാരണ ആത്മാവല്ല, അതിലേറെ എന്തോ ഇരുണ്ടതും ശക്തവുമാണെന്ന്. അങ്ങനെ നേരെ ബെഡ്റൂമിനുള്ളിലേക്ക് കടന്നു. അവിടെ കിടക്കുന്ന എലീഫിനെ കണ്ട നിമിഷം തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു, ഇത് ഉമറിന്റെ ഭാര്യയല്ല, ഒരു ജിന്നാണ്. ഹോജ പല ഖുർആൻ ആയത്തുകൾ പാരായണം ചെയ്തു. അതേസമയം എലീഫ് ഒരു അന്യഭാഷയിൽ പുരുഷ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. പറയുന്നതെല്ലാം ഹോജയെ പരിഹസിക്കുന്നത് പോലെയായിരുന്നു. ഉമർ ഇതെല്ലാം കണ്ട് വിറച്ചു നിൽക്കുകയായിരുന്നു. ഭയത്തോടെ കണ്ണുകൾ രണ്ടു മൂടി അവൻ നിന്നു. ഒടുവിൽ ഹോജയുടെ നീണ്ട പ്രാർത്ഥനകൾക്ക് ശേഷം എലീഫ് ക്ഷീണിച്ച് ബോധം കെട്ടു വീണു. ഇപ്പൊ ഹോജ ഉമറിനോട് പറഞ്ഞു, നിങ്ങളുടെ വിവാഹ സമയത്ത് നിങ്ങൾക്കിടയിലുള്ള ഒരാൾ, രക്തബന്ധമുള്ള ഒരാൾ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ ജിന്നിനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവൻ അതൊരു പ്രതികാരമായി ചെയ്തതാണ്. ഈ ദുഷ്ടശക്തിയെ പുറത്താക്കാനായില്ല എങ്കിൽ എലിഫിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്ന്. സാധാരണ തുർക്കിയിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. ആ ചടങ്ങൊക്കെ നടത്തുന്നത് ജിന്നുകളെയും ദുരാത്മാക്കളെയും അകറ്റാൻ വേണ്ടിയാണ്. പക്ഷേ വിശ്വാസപ്രകാരം ആരുടെയെങ്കിലും മനസ്സിൽ അസൂയയോ ദേഷ്യമോ ഉണ്ടെങ്കിൽ അവർ വിളിച്ചു വരുത്തിയ ജിന്ന് തിരിഞ്ഞ് അതേ ആളുകളെ തന്നെ ആക്രമിക്കും. ഹോജയ്ക്ക് ഉറപ്പായിരുന്നു ഉമറിനെയും എലീഫിനെയും വേട്ടയാടുന്നത് അത്തരം ഒരു പ്രതികാര ജിന്നാണെന്ന്. ഇപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ഞാനീ പറയുന്നതെല്ലാം ഈ ഡബ്ബെ എന്ന സീരീസിലെ ഡാബെ ജഹന്നം എന്ന യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള ചില നിർണായക ഭാഗങ്ങളാണ്. ഇപ്പൊ ഹോജ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചതും അത് തീർന്ന നിമിഷം അടുത്ത മുറിയിൽ നിന്നും എലീഫ് പുറത്തേക്ക് നടന്നു വന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ. ഉമറും ഹോജയും അത്ഭുതപ്പെട്ട് പരസ്പരം നോക്കി നിന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒന്നും മനസ്സിലായില്ല. അങ്ങനെ ചില ദിവസങ്ങൾ കടന്നുപോയി. ഹോജയിൽ നിന്നും ഏതൊരു വാർത്തയും വന്നില്ല. എലീഫും സാധാരണയായി പെരുമാറി. എന്നാൽ ജീവിതം വീണ്ടും മാറി മറിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എലീഫിൽ ഗർഭലക്ഷണങ്ങൾ കാണപ്പെട്ടു. പ്രതിദിനം ഛർദി, വയർ മുന്നോട്ട് വീർത്തു വരിക, ചില ഭക്ഷണങ്ങൾ മാത്രം ഇഷ്ടപ്പെടുക. എന്നാൽ ഇവിടെയും ഉമറിന് ഇതൊന്നും മനസ്സിലായില്ല. ഇതെങ്ങനെയാണ് സാധ്യമാവുക? അവർക്കിടയിൽ ഒരിക്കലും ഒരു ശാരീരിക ബന്ധം ഉണ്ടായിട്ടേയില്ല.
വിവാഹത്തിന്റെ ആദ്യ ദിവസം മുതൽ അവളുടെ അവസ്ഥ ഇതായിരുന്നു. പിന്നെങ്ങനെയാണ് ഇതൊക്കെ സാധ്യമാവുക? എന്തായാലും ഡോക്ടറെ കാണിക്കാമെന്ന് തീരുമാനിച്ചു. ഡോക്ടർ പരിശോധന നടത്തി പറഞ്ഞത് അവളുടെ ഗർഭപാത്രത്തിൽ ഒന്നുമില്ല, ഇത് ഗർഭം പോലെയല്ല, മറ്റെന്തുവാണെന്ന്. ഇത് കേട്ട് ഉമർ പറഞ്ഞു, ഇത്രയും നാൾ എല്ലാം ശാന്തമായിരുന്നതിന് പിന്നിൽ മറ്റെന്തോ ഒരു കാരണമുണ്ടെന്ന് തോന്നുന്നു. ഹോജയെ വീണ്ടും വിളിക്കണം. അങ്ങനെ ഉടൻ തന്നെ ഉമർ പള്ളിയിലേക്ക് പോയി. അവിടെ ഇപ്രാവശ്യം ഒരാളല്ല, നിരവധി ഹോജമാർ സഹായിക്കാൻ തയ്യാറായി. എല്ലാവരും വീട്ടിലെത്തി. അവിടെ അവർ കണ്ടത് എലിഫ് നിലത്ത് കിടക്കുകയാണ്. അവളുടെ വയർ ഭയപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് വലുതായി വന്നു. ഉമർ ഇത് കണ്ട് ഭയന്ന് വിറച്ചുപോയി. ചില മണിക്കൂറുകൾ മാത്രമല്ലേ ആയിട്ടുള്ളൂ, അതിനിടയിൽ വയറ് ഇത്രയും വലുതാകാൻ എങ്ങനെയാണ് സാധിക്കുക? എല്ലാവർക്കും അത് വ്യക്തമായിരുന്നു, ഇത് മനുഷ്യകാര്യമല്ല എന്ന്. 3 ഹോജമാർ എലീഫിനെ അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. പ്രസവ സഹായം തുടങ്ങി. മണിക്കൂറുകൾ ശേഷം പുറത്തു വന്ന ഒരു ഹോജയെ കണ്ട് ഉമർ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? കുട്ടി എവിടെയാണെന്ന്. അവർ പറഞ്ഞു, ഇല്ല, കുഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. ജിന്നുകൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ നടിക്കാറുണ്ട്. അവരുടെ ലക്ഷ്യം ഈ സ്ത്രീകളുടെ ശരീരത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്, അവരുടെ ശാപം തലമുറകൾക്ക് പകരാൻ. തുടർന്ന് എല്ലാ ഹോജമാരും ചേർന്ന് പാരായണം തുടങ്ങി. ഈ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എലിഫ് പെട്ടെന്ന് വായുവിൽ പൊങ്ങും, അല്ലെങ്കിൽ അട്ടഹസിക്കും, വല്ലാത്ത രീതിയിലുള്ള ഒരു ദുഷ്ടച്ചിരി. ഈ സമയങ്ങളിലൊന്നും ഉമർ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് പുറത്തേക്ക് പോയി. തന്റെ ബന്ധുക്കളിൽ ആരാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷിച്ചു. അവസാനം അവൻ കണ്ടെത്തി, അവന്റെ സ്വന്തം ചാച്ചയായിരുന്നു. ചാച്ചയ്ക്ക് വർഷങ്ങളായി എലീഫിനോടൊരു പ്രണയം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതിന്റെ ഒരു പ്രതികാരമായിട്ടാണ് എലീഫിന്മേൽ അവൻ ജിന്ന് കയറ്റിയത്. ഹോജമാർ ചേർന്ന് എലീഫെ ശാന്തമാക്കി. ഉമർ തനിക്കെതിരെ ഇങ്ങനെ ചെയ്ത ആ ബന്ധുവിനെ ജയിലിലടച്ചു. അവൻ ഉപയോഗിച്ച അതേ മന്ത്രത്തിന്റെ വിപരീത മന്ത്രം അവിടെ ഉപയോഗിച്ചു. എലീഫിനെ രക്ഷപ്പെടുത്തി. അതിനുശേഷം എല്ലാം ശാന്തമായി. പക്ഷേ ഉമറിന്റെയും എലീഫിന്റെയും ജീവിതം അതേപടി സന്തോഷകരമായി മുന്നോട്ടു പോയില്ല. ഓർമ്മകൾ, ഭയം, അനിശ്ചിതത്വം അവരെ വിടാതെ പിന്തുടർന്നു. ഉമറിന് മനസ്സിലായി, ഇനി തനിക്ക് എലീഫിനൊപ്പം ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല, സന്തോഷമായി ജീവിക്കാൻ സാധിക്കില്ല. അവന് ഭയമായിരുന്നു, ഒരുപക്ഷെ ഭാവിയിൽ വീണ്ടും ഇങ്ങനെ സംഭവിച്ചാലോ? അവന് വല്ലാത്ത ഭയമായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും വേർപിരിഞ്ഞു. ഈ ഒരു കഥ തുർക്കിയിലെ ഏറ്റവും പ്രശസ്തമായ ജനകഥകളിൽ ഒന്നാണ്. ഇതിന്റെ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നാണ് ധാബെ എന്ന ഭീകര ഒരു സിനിമ സീരീസിലെ ഒരു ഭാഗം നിർമ്മിക്കപ്പെട്ടത്. ഡയറക്ടർക്ക് ഈ കഥയെക്കുറിച്ച് അറിഞ്ഞതും അദ്ദേഹം സമയം കളയാതെ അതൊരു സിനിമയാക്കി മാറ്റി. ഇതുപോലുള്ള നിരവധി ഭീകര ഭാഗങ്ങൾ ഈ ഡബ്ബെ മൂവി സീരീസിലുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഒരിക്കൽ നിങ്ങൾക്ക് ഒരു ദുഷ്ടശക്തിയെയോ ജിന്നിനെയും ഭൂതത്തിനെയും ഒക്കെ നേരിടേണ്ടി വന്നാൽ അതിന്മേൽ വിജയിക്കാനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷെ ചില ജിന്നുകൾ അവർ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കും, അവരെ വിട്ടുപോകാൻ സമ്മതിക്കില്ല. അത്തരം സാഹചര്യങ്ങളിൽ 2 വഴികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, മരണം അല്ലെങ്കിൽ സഹനം. അതുകൊണ്ട് ഭീഷണിയും നിശബ്ദതയും നിറഞ്ഞ സ്ഥലങ്ങളിൽ എപ്പോഴും ജാഗ്രതയോടുകൂടി ഇരിക്കുക. ദൈവവിശ്വാസം നല്ലതാണ്, പക്ഷെ അന്ധവിശ്വാസം അപകടകരമാണ്. ചിലർ അസൂയ, ദേഷ്യം, പ്രതികാരം പോലുള്ള വികാരങ്ങളിൽ നിന്നും ഇരുണ്ട വഴികളിലേക്ക് ഇങ്ങനെ വഴുതി പോകുന്നു. ഉമറിന്റെ ബന്ധുവിന്റെ ദേഷ്യം ഒരു നിരപരാധിയായ എലീഫിന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു. ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ടത്, ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ വേദനയാകരുത്. ചില സ്ഥലങ്ങളും കാര്യങ്ങളും വിലക്കപ്പെട്ടവാണെന്ന് പഴമക്കാർ പറഞ്ഞത് വെറും അന്ധവിശ്വാസമല്ല, ചിലപ്പോൾ അതിന് പിന്നിൽ യഥാർത്ഥ അപകടങ്ങളുമുണ്ട്. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഡബ്ബെ മൂവി സീരീസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഒരു വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങളിൽ ആർക്കെങ്കിലും ആ സിനിമ കാണാൻ താല്പര്യമുണ്ടോ? കമന്റിൽ പറയുക. ധൈര്യമുള്ളവർക്ക് തീർച്ചയായും ആ സിനിമ കണ്ടു നോക്കാം. കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഇതുപോലെ വളരെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.